ടു ബി ഫ്രാങ്ക്, ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഇന്ന് നടക്കുന്ന ജാബ്രി നാടകത്തിൽ എനിക്ക് ജാസ്മിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനേ സാധിക്കുന്നുള്ളൂ. ഇവിടെ ഉച്ചയ്ക്ക് അവർ തമ്മിൽ നല്ലൊരു കോൺവെർസേഷൻ ഉണ്ടായി. അതിൽ ഗബ്രി വളരെ ഓപ്പൺ മൈൻഡഡായി പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് നിന്നോടുള്ളത് പ്രണയം തന്നെയാണ്, എങ്കിലും നിന്നെ കല്യാണം കഴിക്കാനോ ഒരു റിലേഷൻഷിപ്പിനോ എനിക്ക് സാധിക്കുകയില്ല എന്ന്. ഗബ്രി ആ തുറന്നു പറയാൻ കാണിച്ച മനസ്സിനെ ഞാൻ ഒരുപാട് അഡ്മയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗബ്രിയുടെ ഭാഗത്തു നിന്നൊരു ആക്ട് ഉണ്ടായി. ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ബാത്റൂമിൽ കയറി കതകടച്ചു. പിന്നീട് മെഡിക്കൽ റൂമിൽ പോയി. അവിടെ ചെന്നപ്പോൾ BP ഒക്കെ നോർമലായിരുന്നു. 10 മിനിറ്റിനുള്ളിൽ ഗബ്രി തിരിച്ചിറങ്ങി. അത് കഴിഞ്ഞ് വൈകുന്നേരവും ഇതുപോലെ ഒരു ആക്ട് ഉണ്ടായി. വളരെ മൂഡ് ഓഫ് ആയിട്ടായിരുന്നു ഗബ്രി കാണപ്പെട്ടത്. പിന്നാലെ നടന്ന് ജാസ്മിൻ സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അതിന് വഴങ്ങിയില്ല. ഓടിച്ചെന്ന് പവർ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഇവിടെ ഗബ്രി ജാസ്മിനെ തേക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ പുറത്ത് തനിക്ക് തേപ്പുകാരൻ എന്നൊരു പേരുണ്ടാകുമോ എന്ന് ഗബ്രി ചിലപ്പോൾ ഭയപ്പെട്ടിട്ടുണ്ടാകാം. എന്തായാലും കുറ്റം മുഴുവൻ ജാസ്മിൻ്റെ ഭാഗത്തേക്ക് ഇട്ടുകൊടുക്കാനാണ് ഗബ്രി ഈ ആക്ടിലൂടെ ട്രൈ ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുമല്ലെങ്കിൽ ജാസ്മിനെ വീണ്ടും വീണ്ടും തൻ്റെ പിന്നാലെ വരുത്താനുള്ള ശ്രമം. ഇതിൽ രണ്ടിൽ ഏതാണെങ്കിലും ഗബ്രി ചെയ്യുന്നത് വളരെ മോശമാണ്.